ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി യാത്ര പോവുകയാണ് ഭൂമിയുടെ ഉള്ളറകളിലേക്ക്. എപ്പോഴും നമ്മളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങൾ, സുനാമികൾ, പിന്നെ ഈ എൽ നിലോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്തരം ശക്തികളെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. റെഡിയല്ലേ? നമ്മളിപ്പം നിൽക്കുന്ന ഈ തറ പുറത്തു നോക്കുമ്പോൾ എന്തൊരു ശാന്തതയാണല്ലേ. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ കാൽ കീഴിൽ കിലോമീറ്ററുകൾ താഴ്ചയിൽ എപ്പോഴും എന്തൊക്കെയോ തിളച്ചുമറിയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും അത്? ആ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയോ? നേരെ ഭൂമിയുടെ ഹൃദയത്തിൽ നിന്ന്. കാരണം ഈ കാണുന്ന എല്ലാ ശക്തിയുടെയും എല്ലാ ചലനങ്ങളുടെയും ആ ഒരു എനർജി സോഴ്സ് അവിടെയാണ്. നമ്മുടെ ഭൂമിയെ ഒരു വലിയ ഉള്ളി പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതിന്റെ ഏറ്റവും പുറത്തുള്ള ആ നേർത്ത തൊലിയില്ലേ, അതാണ് നമ്മളൊക്കെ ജീവിക്കുന്ന ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോയാലോ? അവിടെയാണ് മാന്റിൽ. ഉരുകിത്തിളയ്ക്കുന്ന പാറകളുടെ ഒരു കടൽ തന്നെയാണത്. പിന്നെ ഏറ്റവും നടുക്ക് ഭയങ്കര ചൂടും പ്രഷറുമുള്ള കോർ അഥവാ കാമ്പും. ശരിക്കും പറഞ്ഞാൽ ഈ മാന്റിലിലെ നിർത്താതെയുള്ള തിളച്ചുമറിയലാണ്, അതാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന എല്ലാത്തിനും പിന്നിലെ പവർ ഹൗസ്. ഓക്കെ, അപ്പോൾ ഈ തിളച്ചു മറിയുന്ന മാന്റിലിനു മുകളിലുള്ള നമ്മുടെ ഈ ക്രസ്റ്റ് അതായത് ഭൂവൽക്കം അതൊരു ഒറ്റക്കട്ടയായിട്ടല്ല ഇരിക്കുന്നത്. പകരം ഒരു ജിക്സോ പസിൽ പോലെ കൂറ്റൻ കഷ്ണങ്ങൾ ചേർത്ത് വെച്ച പോലെയാണ്. പോരാത്തതിന് ഈ കഷ്ണങ്ങൾ അനങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ വലിയ പസിൽ കഷ്ണങ്ങൾക്കാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് പറയുന്നത്. ഈ പ്ലേറ്റുകൾ ആ ഉരുകിയ മാന്റിലിന് മുകളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. വളരെ പതുക്കെ, ഒരു വർഷം ചിലപ്പോൾ കുറച്ച് സെന്റിമീറ്ററുകൾ മാത്രം. പക്ഷേ ഈ ചെറിയ നീക്കം നിസ്സാരമാക്കരുത്. ഈ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴോ അല്ലെങ്കിൽ അകന്നു പോകുമ്പോഴോ അല്ലാതെയൊന്ന് ഉരസുമ്പോഴോ അപ്പോഴാണ് ഭൂമിയിൽ വമ്പൻ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലേറ്റുകളുടെ ചലനം എവിടെയാണ് നടക്കുന്നത് എന്നതിനനുസരിച്ച് അതിന്റെ ഫലം മാറും. ചിന്തിച്ചു നോക്കൂ, ഇതേ ചലനം കരയിലാണെങ്കിൽ നമ്മളതിനെ ഭൂകമ്പം എന്ന് വിളിക്കും. കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴും. പക്ഷേ ഇതേ സംഭവം കടലിന്റെ അടിത്തട്ടിലാണ് നടക്കുന്നതെങ്കിലോ? അപ്പോ അത് ജന്മം കൊടുക്കുന്നത് അതിഭീമാകാരമായ സുനാമികൾക്കാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. അപ്പോ ഈ പ്ലേറ്റുകൾ ചനിക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും ഗംഭീരമായ, ചിലപ്പോ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയോ? അഗ്നിപർവ്വതങ്ങൾ. നമുക്കിനി അതിനെപ്പറ്റി സംസാരിക്കാം. മാഗ്മ കേട്ടിട്ടില്ലേ? ഭൂമിയുടെ ആഴത്തിലുള്ള ഉരുകിയ പാറയാണിത്. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലെ വിള്ളലുകളുണ്ടാവുമ്പോൾ അതിലൂടെ ഭയങ്കര പ്രഷറിൽ ഈ മാഗ്മ പുറത്തേക്ക് തെറിക്കും. അങ്ങനെ പുറത്തെത്തുന്ന മാഗ്മയുടെ പേരാണ് ലാവ. ഈ ഒരു സ്ഫോടനം അതുതന്നെയാണ് അഗ്നിപർവ്വതം. പക്ഷേ എല്ലാ അഗ്നിപർവ്വതങ്ങളും എപ്പോഴും പൊട്ടിത്തെറിച്ചോണ്ടിരിക്കുകയല്ലാട്ടോ. അതിന് 3 സ്റ്റേജുകളുണ്ട്. ഒന്ന് സജീവം അഥവാ ആക്റ്റീവ്, അതായത് എപ്പോ വേണമെങ്കിലും പണിതരാം. 2 സുഷുപ്തിയിലുള്ളത് അഥവാ ഡോർമെന്റ്, അതായത് ഇപ്പോൾ ഉറങ്ങാണ് പക്ഷെ ഭാവിയിൽ എണീക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 3ാമത്തേത് മൃതമായത് അഥവാ എക്സ്റ്റിങ്ക്റ്റ്, അതായത് അതിന്റെ കഥ കഴിഞ്ഞു, ഇനി പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലെന്ന് പറയാം. ഓക്കെ, നമുക്ക് വീണ്ടും ആഴക്കടലിലേക്ക് തിരിച്ചു പോകാം. കരയെ മൊത്തത്തിൽ വിഴുങ്ങാൻ കഴിവുള്ള ആ രാക്ഷസൻ തിരമാലകളില്ലേ, സുനാമികൾ, അതെങ്ങനെയാണുണ്ടാകുന്നത്? അതിന്റെ ശക്തി എത്ര ഭീകരമാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ സയൻസിലേക്ക് പോകും മുമ്പ് ഒരു ചെറിയ കാര്യം. സുനാമി എന്ന വാക്ക് എവിടെ നിന്നാണെന്നറിയാമോ? അതൊരു ജാപ്പനീസ് വാക്കാണ്. അർത്ഥം തുറമുഖത്തെ തിരമാല അഥവാ ഹാർബർ വേവ് എന്ന്. കാരണം തുറമുഖത്തെത്തുമ്പോഴാണ് അതിന്റെ ഭീകരരൂപം ശരിക്കും പുറത്തുവരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാവാം ആ പേര്. ഇനി അതിന്റെ ശക്തിയെക്കുറിച്ച് പറയാം. ആഴക്കടലിൽ വെച്ച് ഒരു സുനാമി തിരിയുടെ വേഗത എത്രയായിരിക്കും? ഒന്ന് ഗസ് ചെയ്യാമോ? മണിക്കൂറിൽ 800 കിലോമീറ്റർ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, 800 km/h. ഒരു ജെറ്റ് വിമാനത്തിന്റെ അതേ വേഗത. പക്ഷേ കരയിലേക്ക് അടുക്കുമ്പോഴാണ് ഈ രാക്ഷസൻ അതിന്റെ യഥാർത്ഥ രൂപം പുറത്തെടുക്കുന്നത്. അതിന്റെ സ്പീഡ് കുറയും, പകരം ആ എനർജി മുഴുവൻ അതിന്റെ ഉയരത്തിലേക്ക് പോകും. എത്ര ഉയരം വരുമെന്നോ? ചിലപ്പോ ഒരു 30 മീറ്റർ വരെ. അതായത് ഏകദേശം ഒരു 10 നില കെട്ടിടത്തിന്റെ പൊക്കം. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലേ? അപ്പോ എന്താണ് ഇത്രയും വലിയ തിരമാലകൾക്ക് കാരണമാകുന്നത്? ഒന്നാമത്തെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കടലിനടിയിലെ ഭൂകമ്പങ്ങൾ തന്നെ. പക്ഷേ അതുമാത്രമല്ലതോ, കടലിനടിയിലുണ്ടാകുന്ന വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ വലിയ മണ്ണിടിച്ചിലുകൾ, ഇതിനൊക്കെ ഒരു സുനാമിയെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതുവരെ നമ്മൾ ഭൂമിയുടെ അടിത്തട്ടിലെ കാര്യങ്ങളാണല്ലോ സംസാരിച്ചത്. ഇനി നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് വരാം. ഒന്നുകൂടി വിശാലമായി ചിന്തിക്കാം. കടലിലെ ചൂടിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം ലോകത്തിന്റെ കാലാവസ്ഥയെ മൊത്തത്തിൽ എങ്ങനെയാണ് തലകീഴായി മറിക്കുന്നതെന്ന് കണ്ടാലോ? നമ്മൾ സംസാരിക്കുന്നത്
എൽ നീനോയെക്കുറിച്ചാണ്. എന്താണ് ഈ എൽ നീനോ? സിമ്പിളായി പറഞ്ഞാൽ പസഫിക് സമുദ്രത്തിലെ വെള്ളം സാധാരണയിലും കൂടുതൽ ചൂടാകുന്ന ഒരവസ്ഥയാണിത്. ഈ ചൂടുവെള്ളത്തിനു മുകളിലുള്ള വായുവിനെയും ചൂടാക്കുമല്ലോ. ഇത് ലോകം മുഴുവനുമുള്ള കാറ്റിന്റെ ഗതി മാറ്റുന്നു. അതിന്റെ ഫലമോ? ലോകത്തിന്റെ പല ഭാഗത്തും കാലാവസ്ഥയുടെ താളം തെറ്റുന്നു. ചിലയിടത്ത് കനത്ത മഴ, ചിലയിടത്ത് വരൾച്ച. അപ്പോൾ ഇത് നമ്മളെ, അതായത് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എൽ നിനോ വരുമ്പോൾ സാധാരണയായി നമ്മുടെ മൺസൂൺ ദുർബലമാകും, അതായത് നമുക്ക് കിട്ടുന്ന മഴ കുറയും. ചിലപ്പോൾ കടുത്ത വരൾച്ചയിലേക്ക് വരെ കാര്യങ്ങൾ പോയേക്കാം. എന്നാൽ ഇതേ സമയം ലോകത്തിന്റെ മറ്റേ അറ്റത്ത് തെക്കേ അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നതെന്നറിയോ? നേരെ ഓപ്പോസിറ്റ്. അവിടെ ഭയങ്കരമായ മഴയും പ്രളയവും. അപ്പൊ നോക്കിക്കേ, ഒരേയൊരു പ്രതിഭാസം കാരണം ലോകത്തിന്റെ ഒരിടത്ത് വരൾച്ച, മറ്റൊരിടത്ത് പ്രളയം. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? നമ്മുടെ ഈ ലോകം എത്രമാത്രം പരസ്പരം കണക്റ്റഡ് ആണല്ലേ? അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. നമ്മൾ ഇതുവരെ പല കാര്യങ്ങൾ സംസാരിച്ചു. അഗ്നിപർവ്വതം, ഭൂകമ്പം, സുനാമി, എൽ നീനോ, ഇതെല്ലാം വെവ്വേറെ സംഭവങ്ങളാണെന്ന് തോന്നുമെങ്കിലും ഇവയെല്ലാം എങ്ങനെയാണ് ഒരു വലിയ ചിത്രത്തിന്റെ ഭാഗമാകുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇതെല്ലാം തമ്മിലൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഭൂമിയുടെ ഉള്ളിലെ ആ ചൂട്, അത് ടെക്ടോണിക് പ്ലേറ്റുകളെ ചലിപ്പിക്കുന്നു. ആ ചലനം കരയിലാകുമ്പോൾ ഭൂകമ്പവും അഗ്നിപർവ്വതവും ഉണ്ടാകുന്നു. അതേ ചലനം കടലിനടിയിലാകുമ്പോഴോ അത് സുനാമിയായി മാറുന്നു. കണ്ടില്ലേ, എല്ലാം തുടങ്ങുന്നത് ഒരേയൊരു എനർജിയിൽ നിന്നാണ്. അതിന്റെ രൂപങ്ങൾ മാറുന്നേയുള്ളൂ. അപ്പൊ ഇതെല്ലാം അറിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ ചോദ്യം വരുമല്ലേ? ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഭൂമിയുടെ അടുത്ത വലിയ മാറ്റം എന്തായിരിക്കും? അതെവിടെയായിരിക്കും സംഭവിക്കുക? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അതിനെ നേരിടാൻ നമ്മൾ മനുഷ്യർ എത്രത്തോളം തയ്യാറാണ്? ഇതൊന്ന് ചിന്തിച്ചു നോക്കുക.